ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കാം. ലിയാഖത്തെ ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ കുറെ ടൈം ഇപ്പൊ റൈസിനോട് സംസാരിച്ചു. അപ്പോ റിക്വസ്റ്റ് ഇതാണ്, നിങ്ങളോട് കൃത്യമായിട്ട് ടൈം തന്നുകൊണ്ട് സംസാരിച്ചതിന് വളരെ സന്തോഷം. നിങ്ങളിപ്പോ 2 മിനിറ്റ് സംസാരിക്കുവാണെങ്കിൽ എനിക്കൊരു 2 മിനിറ്റ് തരണം. 2 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് തന്നാൽ മതി. അപ്പൊ അത് എന്നാലേ കാര്യങ്ങള് പോയിന്റ്സ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ റിക്വസ്റ്റ് ആദ്യമേ വെക്കുന്നുള്ളത്. ഇവിടെ നിങ്ങൾ വെച്ച നിങ്ങളോട് വെച്ച വാദങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അവർക്ക് ഒന്ന് പറയാനായിരുന്നു. അതായത് ഇവിടെ നിങ്ങൾ പറഞ്ഞ, അതായത് ഈ ആഴക്കടലിലെ സംവാദത്തിന്റെ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാര് പിന്നെ മുസ്ലിമിൽ നിന്ന് പോയി അവർ എക്സ് മുസ്ലിമായി എന്നുള്ള വാദിച്ചു. അതേപോലെ എനിക്ക് തിരിച്ചും വാദിക്കാൻ പറ്റും. ഒരുപാട് പിന്നെ എക്സ് മുസ്ലിംസ് ആയ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ മുസ്ലിമിലേക്ക് പോയിട്ടുണ്ട് ആ സംവാദത്തിന് ശേഷം എന്ന് എനിക്കും പറയാൻ പറ്റും. എന്റെ കൂട്ടുകാരിൽപ്പെട്ട ആൾക്കാർ ഒരുപാട് നമ്മൾക്കറിയാം. അതിന്റെ ഗ്രൂപ്പിലും ഒരുപാട് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. എനിക്കും തിരിച്ചും വാദിക്കാം. അത് രണ്ടുപേർക്കും വാദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിയാഖത്ത് ഇവിടെ നിങ്ങളൊരു കാര്യം പറഞ്ഞു. ഇസ്ലാമും, ഞാൻ ആ കാര്യം ആദ്യമേ ബോധ്യപ്പെടുത്താണ്. ജസ്റ്റ് എനിക്കൊരു 1.5 മിനിറ്റ് സമയം തരണം. പിന്നെ നമ്മുടെ വിഷയം ഇപ്പോ ഒരു ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അറബി അറിയോ അറിയില്ലേ, ആ വിഷയമായിട്ട് ഖുർആൻ ക്ലാസ്, ഇതൊക്കെയായിരുന്നു വിഷയം. അപ്പൊ ആ ഒരു ടോപ്പിക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലിയാഖത്ത് ഇപ്പൊ വേറെ എന്തൊക്കെയോ ചർച്ചയിലേക്കാണ് പോകുന്നത്. അതാണ് മെയിൻ. അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ചർച്ച സംസാരിക്കുന്നതിന്റെ ഇടയിൽ അതൊന്നും ഡിസ്കസ് ചെയ്യാതെ, ആ കാര്യം പറയാതെ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് എത്തിയ വാദത്തിലേക്കാണ് ഞാൻ വരുന്നത്. ലിയാഖത്ത്, ഇസ്ലാമും മുസ്ലിമും ഒന്നാണോ എന്ന ചോദ്യമാണ് ലാസ്റ്റ് ലിയാഖത്ത് ചോദിച്ചത്. അപ്പൊ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇസ്ലാമും മുസ്ലിമും ഒന്നല്ല എന്നാണ് ലിയാഖത്തിന്റെ വാദം. ഓക്കെ, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് ആ വാദം ഞാൻ എടുക്കുകയാണ് ലിയാഖത്തെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വിമർശിക്കുന്ന അബ്ദുള്ള ബാസിൽ, നിങ്ങൾ ഇവിടെ വിമർശിക്കുന്ന MM അക്ബർ, ഇവര് മുസ്ലിമാണോ ഇസ്ലാമാണോ? ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, പറയട്ടെ, പറഞ്ഞോളൂ, കേൾക്കുന്നു. 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് തന്നു. ഇസ്ലാം എന്താണ് സൗണ്ട് വരുന്നത്? കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കാം, പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് എന്ന് തന്നെയാണ് എൻ്റെ വാദം. അതിലേക്കാണല്ലോ നിങ്ങളുടെ ടോപ്പിക് അല്ലേ? ഇസ്ലാമും മുസ്ലിമും രണ്ടാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമാണ്. മുസ്ലിം എന്ന് പറയുന്നത് ഒരു കൂട്ടം മനുഷ്യരാണ്, ഇന്ത്യയുടെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ഒരാൾ മുസ്ലിം ആകുന്നത് അയാളുടെ ബൈ ബർത്ത് മുസ്ലിമാണ്, അയാൾ സർട്ടിഫിക്കറ്റിൽ മുസ്ലിമാണ്. അയാൾ വീട്ടിലെ ചെറിയ പ്രായത്തിൽ 2 വയസ്സ്, 1 വയസ്സ്, 3 വയസ്സിലുള്ള അൽഫിത്ര തുടങ്ങി ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് തിരിച്ചറിവ് എത്തുന്നതിന് മുൻപ് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ഇസ്ലാം. ഇത് രണ്ടാണ്. പിന്നെ MM അക്ബറിനെയും പിന്നെ ഇദ്ദേഹത്തെയും നമ്മുടെ അബ്ദുള്ള ബാസിലിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ പേരെടുത്ത് പറയാം. അവരെ രണ്ടുപേരുടെയും വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അവർ ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. അവർ പറയുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. അവരിവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ മറുപടി പറഞ്ഞു. ഈ പറഞ്ഞ എന്റെ ചോദ്യം നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ല. അബ്ദുള്ള ബാസിലും അതേപോലെ തന്നെ MM അക്ബർ ഇസ്ലാമാണോ മുസ്ലിമാണോ എന്ന് പറഞ്ഞതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറയാതെ തന്നെ വേറെ കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. അതായത് ഒരാൾ ബൈ ബർത്ത് ആവുന്നു, ഒരാൾ മുസ്ലിം ആവുന്നു. ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിം ആവുന്നത്. ഇസ്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം ഉള്ളൂ, മുസ്ലിം ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം ഉള്ളൂ. ആ കാര്യം നമുക്ക് എല്ലാവർക്കും, ഒരു LKG കുട്ടികൾക്ക് പോലും ബോധ്യപ്പെടുന്ന ഒരു സിമ്പിൾ ലോജിക് ആണ് ഇത്. അത് നമുക്ക് അവിടെ നിൽക്കട്ടെ, അപ്പൊ പോട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ കംപ്ലീറ്റ് അബ്ദുള്ള ബാസിലിന്റെ കാര്യത്തിൽ LKG കുട്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഞാൻ നിങ്ങളോട് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ, LKG കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഇവിടെ മദ്യനിരോധനത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യവർജനത്തെക്കുറിച്ചോ മദ്യനിരോധന സമിതികൾ സംസാരിക്കുമ്പോൾ അവർ മദ്യത്തെക്കുറിച്ചാണോ സംസാരിക്കുക, മദ്യപാനികളെ കുറിച്ചാണോ സംസാരിക്കുക? നിങ്ങൾ പറയും. അതില് കുറച്ച് ആളുകൾ മുന്നിലിരിക്കുന്നു, അവർ മദ്യപിച്ചിരിക്കുന്നവരാണ്. അപ്പൊ അവർ പറയുകയാണിത് ഞങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ മദ്യവും മദ്യപാനിയും ഒന്നാകുമോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ലിയാഖത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ചോദിച്ച 2 ചോദ്യത്തിനും ഉത്തരം പറയാതെയാണ് എന്നോട് ഇങ്ങോട്ട് ഒരു മറുചോദ്യം ചോദിക്കുന്നത്. കുഴപ്പമില്ല, ആ ചോദ്യം അഡ്രസ് ചെയ്തിട്ട്. ഒരു മിനിറ്റ്, ഇത്ര ഈ രീതിയിലല്ല ആർഗ്യുമെന്റ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആവേശത്തിന് കുറക്കൂ. മദ്യവും മദ്യപാനിയും ഒന്നാണോ?
ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞു വരുന്നതാണ് പറഞ്ഞു വരുന്നത്. പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾ അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയാണ് ഉത്തരം പറയേണ്ടത് എന്നാണ്. യെസ് ഓർ നോ എന്നാണ് പറയേണ്ടത്. അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ? അതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോ. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ച ഇനി ഞാൻ പറഞ്ഞ നിങ്ങൾ കേക്ക്. ഞാൻ പറയുന്ന 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം ഇതിനെ നിങ്ങൾ ഒരു ഫോൾസ് അനോളജി വെച്ച് കുഴപ്പമില്ല. ആ അനോളജി ഞാൻ എടുക്കാം. മദ്യപാനും പിന്നെ മദ്യപിക്കുന്നവനും ഞാൻ പറഞ്ഞുതരാം അതാ അതിലേക്കാണ് വരുന്നത്. മദ്യപാനവും മദ്യവും ഒന്നാണെന്ന് ചോദിച്ചു. ഈ ലോകത്ത് മദ്യം കഴിക്കുന്ന സമയം മദ്യവും ഒന്നാണോ? ഓക്കെ, മദ്യപാനവും മദ്യം ഒന്നാണോ എന്നാണ് ചോദിച്ചത്. അതായത് മദ്യപിക്കുന്ന ഒരു വ്യക്തിയും. നിങ്ങൾക്ക് എന്താ മലയാളം തീരെ കേട്ടാ മനസ്സിലാവില്ലേ? മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ, മദ്യപാനി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കള്ള് കുടിക്കുന്ന ആൾക്കാരെ കുറിച്ചാണല്ലോ, ശരിയല്ലേ? കുടിച്ച വ്യക്തി. അതെ, കള്ള. അപ്പൊ ഞാൻ ഓക്കെ അപ്പൊ ഈ കള്ള് കുടിക്കുന്ന വ്യക്തി ഒന്നും ആ മദ്യം, അതാണ് നിങ്ങൾ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറയുമ്പോൾ യെസ് ഓർ നോ ആയിട്ട് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉത്തരം പറയാൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം. നിങ്ങളിപ്പോ ജസ്റ്റ് യെസ് ഓർ നോ എന്ന് കളിക്കുമ്പോൾ നിങ്ങളുടെ ആൻസറിലേക്ക് എത്തി. അപ്പൊ എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം. ഈ ലോകത്ത് മദ്യം എന്ന് പറയുന്ന സാധനം അത് നമുക്ക് ഇഞ്ചുറിയസ് ആണെന്ന് പറയാനുള്ള കാരണം ആ മദ്യം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ചെല്ലുന്നതുകൊണ്ടാണ്. ശരീരത്തിൽ ചെല്ലുന്ന സമയത്ത് അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ലിവർ ഡാമേജ് ആവുന്നതും അതിന്റെ കൃത്യമായിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. അതേപോലെ ഈ ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഹരി ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ മാതാപിതാക്കളെ തിരിച്ചറിയാത്ത അവസ്ഥ, റോഡിൽ നടന്ന് പിന്നെ ഒരുപാട് വൃത്തികേടാക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഈ മനുഷ്യർ ഇവിടെ ഇല്ല എങ്കിൽ മദ്യം മോശമാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് ലിയാഖത്ത് മനസ്സിലാക്കണം. മദ്യം മോശമാവുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ ഈ ലോകത്ത് അത് കുടിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ജനങ്ങൾ ഈ മദ്യം കുടിക്കുമ്പോൾ എന്താവും? അതിന്റെ റെപ്രിക്കേഷൻസ്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. റോഡിൽ തുണിയില്ലാതെ നടക്കുന്നു, ഭാര്യയെ തല്ലുന്നു, പിന്നെ മാതാപിതാക്കളെ തിരിച്ചറിയുന്നില്ല. ഇതുപോലെ ഒരുപാട് ഇമ്മോറലായ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ മദ്യപാനത്തെ നമ്മൾ അതോടൊപ്പം തന്നെ ശരീരത്തിന് ഹാനികരമാണ്. അതിന്റെ സ്റ്റഡിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ മദ്യം എന്ന് പറയുന്ന സാധനം നമ്മൾ കുടിക്കരുതെന്ന് പറയുന്നത്. മനുഷ്യരെ ഈ ലോകത്തില്ല എന്ന് കരുതിക്കോ. അങ്ങനത്തെ ഒരു മദ്യം ഒരു ആൾ പോലും മദ്യം തൊടുന്നില്ലാന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ മദ്യം നിരോധിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. മനസ്സിലായി? ക്ലിയർ ആണോ? മനസ്സിലായി. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് അബ്ദുള്ള ബാസിലും എം എം അക്ബറും മുസ്ലിമാണോ ഇസ്ലാമാണോ? നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. അവർ മുസ്ലിമാണോ ഇസ്ലാമാണോ? ഓക്കെ, പറഞ്ഞുതരാം. മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാല്, നിങ്ങൾ പറഞ്ഞാൽ അതിലുണ്ട് ഉത്തരം. ഇനി നിങ്ങൾ വിശദീകരണത്തിലേക്ക് വന്നാൽ, നിങ്ങൾ വിശദീകരണത്തിലേക്ക് വരുന്നത് ഒരു മദ്യം എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു? ഒരാൾ മദ്യത്തിന് അടിമയായാൽ, ഒരാൾ മദ്യം അമിതമായിട്ട് ഉപയോഗിച്ചാൽ, അത് അദ്ദേഹത്തിന്റെ സ്വബോധത്തെ തകർക്കുമാറ് അദ്ദേഹം അതിന് അഡിക്റ്റ് ആയാൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ ശരിയായ മദ്യപാനിയായാൽ അയാളെ കൊണ്ട് അയാൾക്ക് പ്രശ്നമാണ്, അയാളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, അയാളുടെ അയലോക്കക്കാർക്ക് പ്രശ്നമാണ്, വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് പ്രശ്നമാണ്. ഇതേ സെയിം എഫക്റ്റാണ് മതം കൊണ്ടുള്ളത്. മതം കൊണ്ടുള്ളത് കൃത്യമായിട്ട് നമ്മൾ ബംഗ്ലാദേശിലേക്ക് ഇപ്പൊ ഒന്ന് നോക്ക്. അവിടെ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവിടെ ആക്രമിക്കപ്പെടുന്നതും ഒരു 1-2 പ്രത്യേക വിഭാഗം ആളുകളുടെ മതത്തിനടിമയായ മനുഷ്യരാണ്. അത്തരം ആളുകൾ ഈ മതത്തിന് അടിമയാകുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ISIS റിക്രൂട്ട് ചെയ്തു പോയ ആളുകളുണ്ട്. അവർക്ക് ഇവിടെ പ്രധാനപ്പെട്ട എം അക്ബറിന്റെ പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന റാഷിദ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ബന്ധമുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള വിവരമാണ്. ഇത് നമ്മൾ പറഞ്ഞതല്ല, മുജാഹിദിൽ തന്നെയുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത്തരം ആളുകളെ മനുഷ്യന്റെ ജീവിതത്തിനും അപരന്റെ ജീവിതത്തിനും ദോഷമുണ്ടാകുന്ന തരത്തിൽ ബാധിക്കുന്ന മദ്യത്തിന് സമാനമായ ഒരു ലഹരിയാണ് മതം. അത് എത്ര കുറച്ച് ഉപയോഗിക്കുന്നു, ഇപ്പോ എല്ലാ മദ്യപാനികളും റോട്ടിൽ കിടക്കുന്നവരാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. മദ്യം അത് വളരെ നേർപ്പിച്ച് വെറുതെ ഒരു ചെറിയ ആനന്ദത്തിന് കുറച്ച് സമയത്തേക്ക് ഒരു ഇത്തിരി കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് മതത്തിന്റെ കാര്യം. ഒരാൾ നോമ്പ് നോൽക്കും, നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, ഹജ്ജ് ചെയ്യും, വേറെ ഒരാളെയും ജിഹാദിന് ഇറങ്ങുന്നില്ല, ഒരാൾ ദഅവത്തിന് പോകുന്നില്ല, ഓണത്തിന് സദ്യ കഴിക്കാൻ പോകുന്ന കുട്ടികളെ മെക്കിട്ട് തരാൻ പോകുന്നില്ല, ലിപ്സ്റ്റിക്ക് ഇട്ട് നടക്കുന്ന കുട്ടികളെ വേശ്യയെ എന്ന് വിളിച്ചിട്ട് പരസ്യമായിട്ട് പ്രസംഗിക്കുന്നില്ല. അയാളുടെ മതം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലുള്ളൂ. മദ്യവും മതവും മനുഷ്യനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന അനോളജി വളരെ ആപ്റ്റാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഉദാഹരണം പറഞ്ഞു.
ഇനി നിങ്ങൾ പറയൂ. അതിന് ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇത്ര തന്നെ സമയം തരണം ലിയാഖത്ത്. ആ ഈ അനോളജി തെറ്റാനുള്ള കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് കേട്ടിരിക്കണേ പ്ലീസ്. അപ്പൊ ഇവിടെ അനോളജി തെറ്റാനുള്ള കാരണം നിങ്ങൾ ഈ മദ്യത്തെയും മതത്തെയും കമ്പയർ ചെയ്തു. അതായത് നിങ്ങൾ ആപ്പിളിന് ഓറഞ്ച് ആയിട്ട് കമ്പയർ ആണ്. മദ്യം എന്ന് പറയുന്ന കാര്യം ഞാൻ വായിക്കാം, അതായത് ജസ്റ്റ് അറിയാൻ വേണ്ടി. ഈ സാധനം ഇൻക്രീസസ് യുവർ റിസ്ക് ഓഫ്, മനസ്സിലാക്കുക, ഹാവിംഗ് എ സ്ട്രോക്ക് ഓർ ഡെവലപ്പിംഗ് ഡിമെൻഷ്യ. 4 to 5 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് ഈ പറയുന്ന പോലെ ലിവർ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്, അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് നമ്മൾ പലതവണ വായിക്കുകയാണ്. നിങ്ങൾ ഇതിനെ എന്ത് ചെയ്തു? ഈ മതത്തെ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തു. ഇതാണ് ഫോൾസ് അനോളജി. നിങ്ങൾ ഇവിടെ ബംഗ്ലാദേശിന്റെ ഉദാഹരണം കാണിച്ചു. ലോകത്തിൽ ഏകദേശം 2 ബില്യൺ മുസ്ലിംസ് അറൌണ്ട് ദ വേൾഡ് ഉണ്ട്. ഒരുപാട് സ്ഥലത്ത്, ഇന്ത്യ ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, ഡൽഹി, യൂറോപ്പ്, അമേരിക്ക, എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ ആൾക്കാരും ഇന്ന് സന്തോഷത്തോടും സമാധാനത്തോടാണ് ജീവിക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇനി ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് വായി തോന്നിയാ പറയാമെന്ന്. ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്, ഒരു പഠനം. ആ പഠനം പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കുന്ന ആൾക്കാര് ദൈവവിശ്വാസികളാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ദൈവവിശ്വാസത്തിന്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതുപോലെ അവർ ഈ കോൺഗ്രിഗേഷണൽ പ്രേയേഴ്സും അതേപോലെ തന്നെ അവരുടെ ഫെസ്റ്റിവൽസും അതേപോലെ ഗാദറിങ്ങും പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹാപ്പിയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ആൾക്കാർ മതവിശ്വാസികളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. അതൊരു സ്റ്റഡിയാണ്, പഠനമാണ്. അപ്പൊ നിങ്ങൾ ചെറി പിക്ക് ചെയ്തിട്ട് 2 or 3 ഇൻസിഡന്റ് എടുത്തിട്ട് ലോകത്തിൽ 2 ബില്യൺ ആൾക്കാർ നല്ല സുഖസുന്ദരമായിട്ട്, ലിയാഖത്തിന്റെ നെയ്ബേഴ്സിനെ നോക്കാം, ലിയാഖത്തിന്റെ അടുത്തുള്ള ആൾക്കാരെ നോക്കാം, എല്ലാവരും സുഖസുന്ദരമായി ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ കേൾക്കുന്നു, ഫുള്ള് കേൾക്ക്. മദ്യമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പറയാണ് ഒരു മദ്യം കഴിച്ച് ഒരുത്തൻ ഡ്രസ്സ് ഊരി പോകുന്നത് പോലെയാണ് ഒരു ദൈവവിശ്വാസി എന്ന് പറയുന്നവൻ ഡ്രസ്സ് ഊരി നടക്കുന്നതിന്റെ തുല്യമാണ് എന്ന് പറയുന്ന മണ്ടൻ ലോജിക്കാണ് നിങ്ങൾ. അതുകൊണ്ടാണ് അത് ഫോൾസ് അനോളജി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് തെറ്റായ കമ്പാരിസൺ? കാരണം ഈ കാര്യം അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് പറഞ്ഞ പോയിന്റ് ഞാൻ സഹീറിനോട് നിങ്ങൾ റഹീസിനോട് ഒരുപാട് ടൈം എടുത്തു. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് ഞാൻ നിർത്താം. ഫുൾ ടൈം എടുക്കൂല ലേഖത് ഭായി. സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞ കാര്യം അതായത് സുഹൃത്തെ ഞാൻ കംപ്ലീറ്റ് ആക്കി നിങ്ങൾ പറഞ്ഞോ, കംപ്ലീറ്റ് ആക്കി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തീർക്കാം. അല്ല, നിങ്ങൾ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ അനോളജികൾ വെച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യാണ്. ഇവിടെ മതവിശ്വാസികൾ പിന്നെ നല്ല രീതിയിൽ ജീവിക്കുന്നതിന് നിങ്ങൾക്ക് അറിയാം. പക്ഷെ അതിന് നിങ്ങൾക്ക് ബംഗ്ലാദേശിലും അതേപോലെ നിങ്ങൾ പിന്നെ അഫ്ഗാനിസ്ഥാനിലും പോകേണ്ട ഒരു ഗതികേട് ആയിപ്പോയി. പക്ഷെ നിങ്ങൾ UAE കാര്യം പറയുമ്പോഴും, അതായത് ഒരുപാട് ഡെവലപ്മെന്റ് നേഷൻസിന്റെ കാര്യം പറയും, നിങ്ങൾ പറയും അത് പരിപൂർണമായി ഇസ്ലാമിക് രാജ്യമല്ല നിങ്ങൾ പറയും. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി മാത്രം ചെറി പിക്ക് ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ എടുത്തുകൊണ്ട് അത് മദ്യമായിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ എന്റെ ചോദ്യം വീണ്ടും നിലനിൽക്കുകയാണ്. അബ്ദുള്ള ബാസിലും അതേപോലെ MM അക്ബറും ഈ പറയുന്ന അവർ ഇസ്ലാമാണോ മുസ്ലിം ആണോ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ യൂട്യൂബിൽ ലൈവ് പോകുന്നതും നിങ്ങൾ ഡിബേറ്റിന് വിളിക്കുന്നതും ഇസ്ലാമിനെയാണോ മുസ്ലിംസിനെയാണോ? അവരെന്തും പേര് നടന്നോട്ടെ, നിങ്ങൾ വിളിക്കുന്നവര് ആരാണ്? മുസ്ലിങ്ങളാണോ നിങ്ങൾ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രവാചകനായിട്ട് നിങ്ങൾക്ക് സംവദിക്കാം, ഖുർആനായിട്ട് സംവദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ പറയാം. നിങ്ങൾ ഇവിടെ സംവദിക്കുന്നതും വെല്ലുവിളിക്കുന്നതും ക്യാഷ് എടുത്ത് നിങ്ങൾ ഇത് നിങ്ങൾ മുസ്ലിമിനെയാണ് വിളിക്കുന്നത്. അപ്പൊ ഈ 2 പേര് ഇവർ മുസ്ലിം ആണോ ഇസ്ലാമാണോ? അവരുടെ അതാണ് ചോദിക്കുന്നത്. അവര് പേര് നടക്കുന്ന കാര്യമല്ല, അവർ മുസ്ലിമാണോ ഇസ്ലാമാണോ? ഇപ്പോഴെങ്കിലും നിങ്ങൾ ആൻസർ പറയുന്ന വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്ന് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ ഭയങ്കരമായിട്ട് ആവേശത്തിലാണെന്ന് അറിയുന്നു. വളരെ സന്തോഷം. എത്ര ആവേശത്തിലൊക്കെ വെയിറ്റ് ചെയ്യും. പറയട്ടെ. ഇവിടെ MM അക്ബറും പിന്നെ ഇവരും മുസ്ലിമാണോ ഇസ്ലാമാണോ എന്ന് ചോദിക്കുന്നു. അവർ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഇസ്ലാമിന്റെ പ്രബോധനവും പ്രചാരണവും നടത്തുന്നവരാണ്. മദ്യത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയും മദ്യത്തെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുകയും മദ്യനിരോധന സമിതിയെ അല്ലെങ്കിൽ മദ്യവർജനത്തിന് വേണ്ടി ബോധവൽക്കരണം നടത്തുന്ന ആളുകളെയോ മദ്യം ശരിയാണ് എന്ന് വാദിക്കുന്ന, മദ്യം ഉപയോഗിക്കുന്നവര് അതിനു വേണ്ടി വാദിക്കുകയും മറ്റുള്ളവർ മദ്യം കുടിച്ചാൽ ഒരു കുഴപ്പമില്ല, അത് ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ സംവാദത്തിന് വിളിക്കുന്നത് മദ്യപാനീയ സംവാദത്തിന് വിളിക്കലാണ്. മുസ്ലിമായ MM അക്ബറിനെയും മുസ്ലിമായ പിന്നെ ബാസിലിനെയും ഇസ്ലാമിന്റെ പ്രചാരണം ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ഇസ്ലാം പ്രജകൾ എന്ന നിലക്ക് അവരെ നേരത്തെ പറഞ്ഞതുപോലെ സംവാദത്തിന് വിളിക്കുകയാണ്. സംവാദ വിഷയം മദ്യം മനുഷ്യന് ആവശ്യമോ അല്ലേ, മതം മനുഷ്യന് ഗുണമോ ദോഷമോ, ഇതാണ് സംവാദ വിഷയം. അപ്പൊ മദ്യപാനിയെ
മദ്യത്തിന് വേണ്ടി സംസാരിക്കുകയും മദ്യം പ്രചരിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന മദ്യപാനിയെ മദ്യത്തെക്കുറിച്ച് സംവാദത്തിന് വിളിക്കും. അതുപോലെയാണ് MM അക്ബറിനെയും മുജാഹിദ് ബാലുശ്ശേരി ആയാലും ഇപ്പൊ അയ്യൂബ് ഒരു കാലത്ത് മദ്യവർജന സമിതിയുടെ നേതാവായിരുന്നു, ഇപ്പോൾ അദ്ദേഹം മദ്യപാനം ആരോഗ്യത്തിന് വളരെ മികച്ചൊരു ഇതാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രചാരകനാകുമ്പോൾ അദ്ദേഹത്തെയും മദ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വിളിക്കും. ഇത്രേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഉത്തരം പറയാനും പ്രശ്നമില്ല, അനോളജിയിൽ ഒരു പ്രശ്നമില്ല. ഇനി നിങ്ങൾ ഇത് അനോളജി തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വാദങ്ങളെയാണ് ഗണ്ണിക്കുന്നത്. ഇപ്പൊ മദ്യപിക്കുന്ന എല്ലാവരും, അതായത് കുറച്ച് മുസ്ലിങ്ങൾ അവിടെ ഇവിടെ എന്തോ ചെയ്തു, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ കുറച്ച് അമ്പലം തകർത്തു, കുറച്ച് ക്രിസ്ത്യൻ പള്ളിയല്ലേ, അത് വളരെ കുറഞ്ഞൊരു ശതമാനമാണെന്ന് പറയണേ. കള്ളു കുടിക്കുന്ന എല്ലാവരും ഭാര്യനെ തല്ലുന്നുണ്ടോ? കള്ളു കുടിക്കുന്ന എല്ലാവരും തുണി അഴിച്ചിട്ട് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് അമിതമായ തോതിൽ ഉപയോഗിക്കുമ്പോൾ, അത് മനുഷ്യന്റെ സാമാന്യ ബോധത്തെ ബാധിക്കുമ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നോ അതേ പ്രവർത്തനം അതിനേക്കാൾ മാരകമായ രീതിയിൽ മദ്യത്തിന് സാധിക്കാത്തത് മതത്തിന് സാധിക്കും എന്നാണ് ഞാൻ പറയുക. മദ്യം മനുഷ്യന്റെ സ്വബോധത്തെ നശിപ്പിച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളും അക്രമങ്ങളൊക്കെ കാണിക്കുന്നതെങ്കിൽ മതം സ്വബോധത്തിൽ മനുഷ്യന്റെ മാനവികമായിട്ടുള്ള സകല ചിന്തകളെയും മരവിപ്പിക്കാനും അക്രമം കാണിക്കാനും പര്യാപ്തമാണ്. എന്തുകൊണ്ടാണ്? മതം തലക്ക് പിടിച്ച ആളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബലാവും വറാവും എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഷംസുദ്ദീൻ പാലത്തിങ്കൽ പറഞ്ഞ ഖുർആൻ വിശദീകരണം അറിയോ? അത് ഖുർആനിലുള്ളതാ, പാലത്തിങ്കലിന്റെ പ്രശ്നമല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ മതത്തിലുള്ളത് അതെന്തോ മികച്ച സാധനമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരോട് നിങ്ങൾ ആ കൊണ്ടുപോയി നമുക്ക് ആ സാധനം ഒന്ന് പരിശോധിക്കാം എന്ന് പറയും. നമ്മളെ അയലോക്കത്തുള്ള ആൾക്കാർ, കുടുംബത്തിലുള്ള ആൾക്കാർ ഇവരൊന്നും വിമർശിക്കാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരതിന്റെ പ്രചാരകരല്ല. അത് അവരെന്തോ ശരിയാണ് തോന്നിയിട്ട് ചെറിയ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ട് നടക്കുന്ന മദ്യപാനികളെ നമ്മൾ പുറത്തു നിന്ന് മദ്യം എന്ന പൊതുവായ ആ വിഷയത്തെക്കുറിച്ച് അവരോട് സംസാരിക്കും. അവരെ നമ്മൾ വെല്ലുവിളിക്കൂല. അതേ സമയത്ത് മദ്യം ഭയങ്കര സംഭവമാണ്, ഞങ്ങളെ മദ്യം മഹാസംഭവമാണ്, ഞങ്ങളെ മദ്യങ്ങൾ എല്ലാവരും കുടിച്ചോളി, ഞങ്ങളെ മദ്യം കുടിച്ചോലൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ നമ്മൾ സംവാദത്തിന് വിളിക്കും. മദ്യവും മതവും മനുഷ്യനും അനോളജി ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞോളി. സമയം തന്നാ മതി ലിയാഖത്ത്. ഓക്കെ, ഇതാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഈ വെക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ തന്നെ പറഞ്ഞു, താങ്ക് ഗോഡ് ഫൈനലി പറഞ്ഞു അവര് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. അവരെ നിങ്ങൾ എതിർക്കാനുള്ള കാരണവും നിങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ മതത്തിന്റെ പ്രചാരം അവർ ഈ പറയുന്നതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കാനുള്ള കാരണം എന്ന് വളരെ നൈസായിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇന്ന വേ നിങ്ങൾ എതിർക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ് പേരെടുത്തുകൊണ്ട്. നിങ്ങൾ എങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞു? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ഞാനൊരു 10 സെക്കൻഡ് പോലും ആയിട്ടില്ല. ഒരു മിനിറ്റ്. ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല, ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. ഒരു കാര്യം, ശരിയല്ല. ഇതൊരു ഫോർമൽ ഡിബേറ്റ് അല്ല. ഇത് എന്റെ ചാനലിൽ നമ്മൾ നടക്കുന്ന ഒരു സംസാരത്തിൽ നമുക്ക് പരസ്പരം നിങ്ങൾക്ക് ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മിനിറ്റ്. നിങ്ങൾ ഒരുപാട് ഇവിടെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഒന്ന് ടച്ച് ചെയ്തോട്ടെ. നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഭയക്കരുത് പ്ലീസ്. ഇത്തരം ഡയലോഗുകൾ നിങ്ങൾ നോക്കൂ. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്യാം. മ്യൂട്ട് ചെയ്യൂ. ഞാൻ പറയാം. എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. സംസാരിക്കാൻ അനുവദിക്കും. മ്യൂട്ട് ചെയ്യൂ. 2 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ് മ്യൂട്ട് ചെയ്യൂ. ഇവിടെ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ പറയാത്തൊരു കാര്യം നിങ്ങൾ വളച്ചു കെട്ടാണ്. MM അക്ബറിനെയും മതം പ്രചരിപ്പിക്കുന്നവരെ അവർ മുസ്ലിങ്ങളാണ്. അതിലെന്താ സംശയം? ഞാൻ MM അക്ബറിന്റെ വീട്ടിലുള്ള കാര്യമോ MM അക്ബർ എന്ന് പറയുന്ന വ്യക്തിഹത്യ ചെയ്യാനോ ശ്രമിക്കാറില്ല. അവര് പ്രചരിപ്പിക്കുന്ന വസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിലെന്താ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊന്ന് പറയും. നിങ്ങളിപ്പോ 5 മിനിറ്റ് വരെ നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ പറയാത്ത ഒരു കാര്യം നിങ്ങൾ പറയാതെ നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്നോട് എന്റെ വായിലേക്ക് തിരികെ സത്യത്തിൽ ഞാൻ ഒന്നും പറയാത്ത കാര്യമാണ്. അന്ന് പോലും ഞാൻ ഇടപെടാതെ 5 മിനിറ്റ് മ്യൂട്ട് ചെയ്തിരുന്നു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു ഞാൻ പറയാത്ത കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞത് മൊത്തം ഞാൻ പറയാത്ത കാര്യമാണ്. ഞാൻ ഇടപെട്ടോ? അപ്പൊ ആ മര്യാദ ലിയാഖത്ത് എനിക്ക് തരണം, തിരിച്ചു തരണം, റെസ്പെക്ട് തരണം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ. അപ്പൊ അവര് മുസ്ലിമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. മുസ്ലിമും ഇസ്ലാമും രണ്ടാണ് എന്ന് നിങ്ങൾ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അടുത്തുള്ള അയൽവാസികൾ എന്ന് പറയുന്ന ആൾക്കാർ
നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പിന്നെ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസികളായ ആൾക്കാരെയോ അവരെ നിങ്ങൾ ട്രാപ്പിൽ പെടുത്തുന്ന ഒരു തരം തന്ത്രമാണ് ഈ തന്ത്രം. അത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്. കാരണം നിങ്ങൾ ഇത് മുസ്ലിമിനെയാണ് ഞാൻ വിമർശിക്കുന്നത് അല്ലെങ്കിൽ അവഹേളിക്കുന്നത് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അത് വേദനിക്കും, അവർ നിങ്ങളെതിരെ തിരിയും എന്നുള്ള ഭയം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഇസ്ലാമിനെയാണ് എന്നുള്ള ടാക്ടിക് എടുക്കുന്നത്. ഇത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ പല സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ടാക്ടിക് പറഞ്ഞത് കൊണ്ട് ഇസ്ലാമും മുസ്ലിമും രണ്ടാവില്ല. ഇസ്ലാം ഉണ്ടെങ്കിലേ മുസ്ലിം ഉണ്ടാവത്തുള്ളൂ, മുസ്ലിം ഉണ്ടെങ്കിൽ ഇസ്ലാം ഉണ്ടാവുള്ളൂ. അതാരും നിങ്ങൾക്കറിയാം. ഈ പറഞ്ഞ അബ്ദുള്ള ബാസിലിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ അതേപോലെ എം അക്ബറിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ വിമർശിക്കുമ്പോഴും നിങ്ങൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അവർ മതത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നതാണ് നിങ്ങൾ വാദിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വാദിക്കുന്നത് ഒരു പേഴ്സണോടാണ്, ആ പേഴ്സൺ മുസ്ലിമാണ്. അത് നിങ്ങൾ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, ഇപ്പൊ ഞാനൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ് മുസ്ലിമാണ്, ഇവര് പ്രൊപ്പഗേറ്റ് ചെയ്യാത്ത ആൾക്കാരെ അത് ബാധിക്കില്ല എന്ന് പറയുന്നത് തെറ്റായ ഒരു നെറേറ്റീവാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ നെയ്ബേഴ്സ് ഈ മതത്തിനെ എന്തോ ഒരു കാരണം കൊണ്ട് അവർ ഇഷ്ടപ്പെട്ടു പോയി എന്നാണ് നിങ്ങളുടെ വാദം. അതൊക്കെ അനക്ഡോട്ടൽ എവിഡൻസ് ആണ്, നിങ്ങൾക്ക് അതിന് യാതൊരു തെളിവില്ല. അവർ എത്രത്തോളം അവരെ മതത്തിനെ ഇഷ്ടപ്പെടുന്നു, എത്രത്തോളം അവർ സ്നേഹിക്കുന്നു, അത് അവരുടെ പേഴ്സണൽ മാറ്റർ ആണ്, അത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. അപ്പൊ എന്തോ ഒരു കാരണം കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു വിശ്വാസിക്കും നിങ്ങൾ പറയുമ്പോൾ അവരുടെ പ്രവാചകനെയോ അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തെയോ ഈ രീതിയിൽ പോകുന്ന സമയത്ത് അവർ ഡെഫിനറ്റ്ലി അവരുടെ സെന്റിമെന്റ്സിനെ അത് ഹേർട്ട് ചെയ്യും. അപ്പൊ അത് ബാധിക്കുന്ന ആരെയാണ്? മുസ്ലിങ്ങളെയാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് ഇപ്പൊ കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ മനുഷ്യരാണ്, അതിൽ കുറെ മുസ്ലിംസും ഉണ്ടാവും. മുസ്ലിംസിനെയാണ് ഇത് ഹേർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾ വെക്കുന്ന വാദം. അപ്പൊ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ ഇവിടെ ഹേർട്ട് ചെയ്യുന്നതും നിങ്ങൾ വിമർശിക്കുന്നതും പിന്നെ അവഹേളിക്കുന്ന വേറെ കൂട്ടരും അവരൊക്കെ ഉൾപ്പെടെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് മുസ്ലിംസിനെ നിങ്ങൾ അവഹേളിക്കുക തന്നെ ചെയ്യാണ്. നിങ്ങൾ പറയുമ്പോൾ നൈസായിട്ട് പറയാം ഞാൻ ഇസ്ലാമിനെയാണെന്ന്, പക്ഷെ അങ്ങനെയല്ല കഥ. ഇനി നിങ്ങൾ പറയുന്ന വാദം അല്ല ഞാൻ പറയട്ടെ, ഈ സാധനം ഈ മതവും പിന്നെ അതിലേക്ക് ഞാൻ വന്നിട്ടില്ല, കാരണം നിങ്ങൾ പറഞ്ഞോണ്ടെങ്കിൽ ഇത് പറയേണ്ട വന്നാണ്. മതവും അതേപോലെ മദ്യവും ഈ ഒരു അനോളജി, അതായത് നിങ്ങളുടെ നെയ്ബറിന്റെ അടുത്തോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തോ വിശ്വാസിയ ഒരു വ്യക്തി മതവും മദ്യം ഒരേപോലെ ആണെന്ന് പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് അല്ല. മതം എന്ന് പറയുന്നത് ഓൾറെഡി ലോകമെമ്പാടും ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ആൽക്കഹോൾ ഇഞ്ചുറീസ് ആണ് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച കാര്യമാണ്. ഒരു നമ്മുടെ നിയമസഭയോ ആരും പറയുന്നില്ല, അത് പറയുന്നത് ആരാണ്? കുറച്ച് എക്സ് മുസ്ലിംസ് കേരളത്തിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ മതത്തിനെ ഈ നല്ല രീതിയിൽ ജീവിക്കുന്ന, ഇപ്പൊ നമ്മൾ എം അക്ബർ സാഹിബിനെ എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രണ്ട് പേരല്ലേ എടുത്തത്, ഇവരൊക്കെ ആയിക്കോട്ടെ, ഈ ജനങ്ങൾ അവരുടെ കുടുംബവും അവരുടെ നെയ്ബേഴ്സും അവർ സംസാരിക്കുന്ന ഒക്കെ വളരെ നല്ല രീതിയിൽ വർത്തിക്കുന്ന നല്ല രീതിയിൽ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ് ആര്? ഈ പറഞ്ഞ ലിയാഖത്ത് ഭായ്. എന്നിട്ട് ലിയാഖത്ത് ഭായ് പറയാണ് അത് മദ്യം പോലെയാണ്. കാരണം നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്കതൊരു മദ്യം പോലെ ഫീൽ ചെയ്തത് അത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങൾ മതത്തിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നേരെ മറിച്ചിട്ട് അത് ഏതൊരു വിശ്വാസനും ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞത് എന്താണ്? ഏതൊരു മദ്യം കഴിച്ചാൽ നിങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? അത് ചെറിയ രീതിയിൽ കഴിച്ച കുഴപ്പമില്ല. ഒരു സോഷ്യൽ ഡ്രിങ്ക്, ഒരു സോഷ്യൽ ഡ്രിങ്ക്. ലിയാഖത്ത് ഭായ് നോക്കൂ, ഞാൻ പറയുന്ന ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ മദ്യപാനം ചോദിച്ച ചോദ്യം മറുപടി പറയുന്നില്ല. അതിലേക്ക് പോകുന്നില്ല. മതവും ഒന്നല്ല എന്നാണ് എന്റെ വാദം. അതല്ല ഞാൻ ചോദിച്ചത്. അതല്ല ഞാൻ എന്റെ ചോദ്യം. മദ്യപാനം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ചോദ്യം കേൾക്കൂ. നിങ്ങൾ എത്ര നേരമായിട്ട് മറച്ചു പിടിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് മദ്യപാനിയും മദ്യവും ഒന്നാണോ എന്നാണ് ചോദ്യം. അതിന് മറുപടി പറയൂ. മദ്യവും മദ്യപാനവും ഒന്നാണോ എന്നുള്ള ചോദിച്ച കാര്യമില്ല. കള്ളുകൂടിയനും മദ്യപാനിയും അതേപോലെ ഓക്കെ, അതെന്റെ പിന്നെ ലാംഗ്വേജിന്റെ പ്രോബ്ലം ആണ്, കുഴപ്പമില്ല, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. കള്ളുകുടിയനും അതേപോലെ തന്നെ ഈ പറയുന്ന കള്ളും ഒന്നാണോ എന്നുള്ള ചോദ്യം ശരിയല്ലേ? അതെ. ഓക്കെ, ഇത് നിങ്ങള് മതത്തോട് നിങ്ങൾ ഇത് രണ്ടാണെങ്കിൽ കൂടി അത് രണ്ടാണെങ്കിൽ കൂടിയും മനുഷ്യർ അത്രല്ല ഉള്ളത്. അങ്ങനെ പറഞ്ഞു പോകരുത്. അത്രല്ല മണിക്കൂറുകൾ വേണ്ട. ഇനി ഇത് രണ്ടും ഒന്നാണെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം. ഒരാള്
ഇല്ലില്ല, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞോട്ടെ ലിയാഖത്തെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. നിങ്ങളിങ്ങനെ അസ്വസ്ഥമായിട്ട് ശരിയാവില്ല. നിങ്ങളൊരു യെസ് ഓർ നോയില് മാത്രം ഒതുക്കല്ല കാര്യങ്ങള്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. മദ്യപാനവും മദ്യവും രണ്ടാണ്. മദ്യപാനി ഒരു പ്രശ്നക്കാരനല്ല, മദ്യമാണ് പ്രശ്നം. ഈ മദ്യം മനുഷ്യന്റെ അകത്ത് ചെല്ലുമ്പോഴാണ് ഈ മനുഷ്യനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അയലോക്കത്തുള്ള ഒരാള് മദ്യപിച്ച് വന്നിട്ട് നിങ്ങളുടെ വാതിലിന്റെ ജനൽ ചില്ല് തകർത്താൽ നിങ്ങൾ ആ മദ്യപാനിയെ വിമർശിക്കുവോ അതോ മദ്യത്തെ വിമർശിക്കുവോ? നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നു, യെസ് ഓർ നോ പറയിപ്പിക്കുന്നു. ഞാൻ അങ്ങനല്ല ചെയ്തത്. നിങ്ങൾ യെസ് ഓർ നോ എന്ന് സമയം വെച്ച് സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വരൂ. അപ്പൊ നമുക്ക് അതിനു വേണ്ടി തന്നെ നിശ്ചയിച്ച് തീരുമാനിക്കാം. കുഴപ്പമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതേ വിഷയത്തിനെ കുറിച്ച് ഇസ്ലാമും മുസ്ലിമും ഒന്നാണോ? അതല്ല, ഞാൻ അങ്ങനെ മറുപടി നിങ്ങളുടെ ഒരു ലോഡ് ക്വസ്റ്റ്യൻ മറുപടി പറഞ്ഞാൽ കാര്യം ശരിയാവില്ല. നിങ്ങൾ വെക്കുന്ന അനോളജി തന്നെ തെറ്റാണ്. തെറ്റാണ് അനോളജി. ഞാൻ തെളിയിച്ചുതരാം. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഒറ്റ കാര്യം, അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ സമയം തരുന്നില്ല. പ്രൂവ് ചെയ്യാൻ. യെസ് ഓർ നോ മാത്രം ചോദിക്കാണ്. വെറുതെ ബഹളം വെക്കുകയാണ്. ഇത് മറ്റുള്ളവരൊക്കെ, ഇത് ഒരുപാട് ആളുകൾ കേട്ടോണ്ടിരിക്കുന്ന, ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സാധനമാണ്. ശരി, നിങ്ങൾക്ക് ഒരു മിനിറ്റ് എഫാറ്റിക്സ്, നിങ്ങൾക്ക് ഈ വിഷയം മുസ്ലിമും ഇസ്ലാമും ഒന്നാണോ എന്നതാണോ നിങ്ങളുടെ വിഷയം? എന്നാണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ഡേറ്റ് പറയൂ. നമ്മൾക്ക് നിങ്ങൾ പറഞ്ഞോ, 2 മാസം കഴിഞ്ഞിട്ട് കുഴപ്പമുണ്ടോ? ഡേറ്റ് പറഞ്ഞോ. ഡേറ്റ് ഈ മാസം 18 ഒഴികെയുള്ള ഒരു ഡേറ്റ് പറയും. 17ഉം 18ഉം ഒഴികെയുള്ള ഒരു ഡേറ്റ് പറയും. അടുത്ത മാസം 8ഉം പറ്റില്ല, വേറൊരു ഡേറ്റ് പറയും. ഡേറ്റ് ഞാൻ ഒരു മിനിറ്റ്, ഡേറ്റ് എങ്ങനെ? ഇപ്പം ഇന്ന് 13th അല്ലേ, 15th ഏത് ദിവസമാണ് വരുന്നത്? 15-ാം തീയതി. 15 അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഫേസ് ടു ഫേസ് ആയിരിക്കും, വീഡിയോ നമ്മൾ ഓൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഇത് ചർച്ച ചെയ്യണമെന്ന് താല്പര്യമൊന്നുണ്ടെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ റെഡിയാണ്. ഇസ്ലാമും പിന്നെ മുസ്ലിമും ഒന്നാണ് എന്നാണ് എന്റെ വാദം. നമുക്കതിന് സംവദിക്കാൻ കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. ഓക്കെ, ആ റെഡി ആണെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടീഷൻസ് നമ്മള് അല്ല, ഞാൻ പറഞ്ഞത് ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് എന്നല്ല എന്റെ വാദം. ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് എന്നാണ് എന്റെ വാദം. കുഴപ്പമില്ല, നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഡേറ്റ് ഫിക്സ് ചെയ്തോളൂ, ടൈം പറഞ്ഞോളൂ. ഇവിടെ ഒരു 9:30 എത്താവുന്ന രീതിയിൽ നിങ്ങൾ വരൂ. നമ്മൾ 9 മണിയോടുകൂടി എനിക്ക് പറയാനുള്ള എന്തെങ്കിലും, നമ്മൾ പൊതുവിൽ ഡെയിലിയുള്ള ലൈവ് കഴിഞ്ഞിട്ട് 9:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 9:30 മുതൽ 10:30 വരെയുള്ള 1 മണിക്കൂർ സമയം പറ്റുള്ളൂ. അല്ല, എന്റെ ലൈവിന്റെ സമയം നമുക്ക്. അപ്പൊ 9:30 തൊട്ട് 10:30 വരെയാണോ? 1 മണിക്കൂർ, 2 മിനിറ്റ് സംസാരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. 2 മിനിറ്റ് ഒരു ഫ്രീ ഫ്ലോ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് അല്ലേ? അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ വെച്ചാലോ? പറഞ്ഞോളൂ. ഡേറ്റ് എന്താണെന്ന് പറയും. ഡേറ്റ് എപ്പോഴാ? അത് ഒരു മിനിറ്റ് ചെക്ക് ചെയ്യേണ്ടി വരും, കാലണ്ടർ വെക്കേണ്ടി വരും. നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്താൽ നിങ്ങൾ വരണം. ഓക്കെ, ഞാൻ വരാം, കുഴപ്പമില്ല. പിന്നെ ഒരുപാട് കണ്ടീഷൻസ് നിങ്ങൾ പറയുന്നത് പോലെ ക്യാമറ ഓൺ ആക്കണം, അതാക്കണം, ഇതാക്കണം, ആ രീതിയിലൊന്നും നിങ്ങൾ പോകണ്ട. എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഓൺ ആക്കും, അതെന്റെ താല്പര്യമാണ്. എന്റെ വിഷയം എന്ന് പറയുന്നത് ആരാ എന്താന്ന് അറിയാത്ത ഒരാളോട് വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിപ്പോ നമ്മൾ നാട്ടുകാരോട് പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അല്ല, അത് ഒറിജിനൽ നെയിമിൽ ക്യാമറയിൽ തന്നെ വരണം, നിർബന്ധമായിട്ടും വരണം. അല്ല, ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്റെ ഒറിജിനൽ പേരിൽ തന്നെ ഞാൻ വരും, പക്ഷെ നിങ്ങൾ ക്യാമറയിൽ വരണം ഇത്ര വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് നിർബന്ധമായിട്ടും വേണം. അതിനിപ്പോ എന്താ പ്രശ്നം? ഞാനും ക്യാമറ ഓൺ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ക്യാമറയിലാണോ ഇപ്പൊ സംസാരിക്കുന്നത്? 1.5 മണിക്കൂർ അല്ല, ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ലൈവുമായി ബന്ധപ്പെട്ട് വെറുതെ കുറച്ചു നേരം കുശലം പറയാൻ വേണ്ടിയുള്ളതാണ്. ഇതൊരു ഡിബേറ്റ് റൂം ഒന്നും അല്ല. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ഫ്രൈഡേ 1 മണിക്കൂർ ഞാൻ ഈ 2 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടില്ല. നിങ്ങൾ അതുപോലെ ടൈമർ വെച്ച് സംസാരിക്കാം. ഇസ്ലാമും മുസ്ലിമും ഒന്നാണ് എന്നാണ് എന്റെ വാദം. പിന്നെ നിങ്ങൾ വിമർശിക്കുന്നതും അവഹേളിക്കുന്നതും മുസ്ലിമിനെയാണ്. ഓക്കെ, നിങ്ങൾ വിമർശിക്കുന്നതും അവഹേളിക്കുന്നതും മുസ്ലിമിനെയാണ് എന്നും എന്റെ വാദമാണ്. ഇത് രണ്ടും എന്റെ വാദമാണ്. ഓക്കെ, ഇത് രണ്ടും എനിക്ക് എതിരായിട്ടുള്ള വാദമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് അഡ്രസ് ചെയ്യാം. അപ്പൊ അടുത്ത വെള്ളിയാഴ്ചയാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ വരാൻ റെഡിയാണ്. നിങ്ങൾ പറഞ്ഞ 9:30 ആകുമ്പോൾ വരാൻ റെഡിയാണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ ഒക്കെ അവിടെ ഉണ്ട്.
നെക്സ്റ്റ് ഫ്രൈഡേ മീൻസ് കമ്മിങ് ആ, ഫ്രൈഡേ okay. ആണോ? 16 ഉദ്ദേശിച്ചത്? അല്ലല്ല, നെക്സ്റ്റ് ഫ്രൈഡേ, നെക്സ്റ്റ് നെക്സ്റ്റ് ഫ്രൈഡേ മീൻസ് 23rd. ആ 23rd നമുക്കെന്നാ ചെയ്യാം. ഓക്കെ. എന്റെ മൊബൈൽ നമ്പർ പിന്നെ ഏതൊരു വീഡിയോയുടെ താഴെ പോയാലും കിട്ടും, ഇല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. 6282933384 ആണ് എന്റെ മൊബൈൽ നമ്പർ. ഒന്നുകൂടെ പറയാം, 6282933384. നിങ്ങളുടെ വീഡിയോയിലുണ്ടല്ലോ ഉണ്ടാവും, ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, കാരണം നമ്മൾ ഒരുപാട് പേര് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. 93384. 93384. ഞാൻ നമ്പർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 628282293384. ശരിയല്ലേ? അല്ല, 6282933384. അതെ. ഓക്കെ, ഫൈൻ. അപ്പൊ താങ്ക് യു ബൈ ടൈം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ഇതൊന്ന് പറയാണ്. അതായത് 2 മിനിറ്റ് ടൈമാണ്. വിഷയം ഇതാണ്, ഇസ്ലാം മുസ്ലിം ഒന്നാണ്. ലിയാഖത്തും ആരിഫും ഇവരൊക്കെ അവഹേളിക്കുന്നതും അതേപോലെ വിമർശിക്കുന്നതും ഈ മുസ്ലിമിനെയാണ് എന്നാണ് എന്റെ വാദം. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് സോറി. ഓക്കെ.